നല്ല സെറ്റായ കേക്കാണെങ്കിൽ നമ്മളിനി എടുത്ത് എറിഞ്ഞാൽ പോലും കേക്കിന് ഒന്നും പറ്റില്ല, ഒന്നും വീഴൂല കേട്ടോ എന്നാരും ചിന്തിക്കരുത്. കേക്ക് ഒന്ന് ചരിയൊക്കെ ആണെങ്കിൽ എന്തായാലും അത് സ്ലിപ്പായി പോകും കേട്ടോ. ഇത് നമ്മളുടെ ഡമ്മി കേക്കാണ്. അതായത് നമ്മളൊരു 3 ടയർ കേക്ക് ചെയ്യാനായിട്ട് പോവുക. താഴെ 2 ടയർ ഡമ്മി, മേളിൽ ഒരു 1.5 kg കേക്കാണ് കേട്ടോ. ബോട്ടം ടയറും ഇപ്പോൾ ഈ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ മിഡിൽ ടയറും ഡമ്മിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് എടുത്ത് പൊക്കിൻ്റെ പുറത്തോട്ട് വെച്ചത്. അല്ലാതെ നമ്മൾ കേക്ക് വല്ലതും ഇങ്ങനെ പൊക്കിയെടുത്ത് വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഈ ടോപ്പ് ടയറാണ് നമ്മുടെ 1.5 kg കേക്ക്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ 3 ടയർ ഡമ്മിക്ക് എങ്ങനെ റേറ്റ് ഇടാം, എന്തൊക്കെ നമുക്ക് നോക്കണം, അതേപോലെ ഡമ്മി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ബേസ് എടുത്തിരിക്കുന്നത് തന്നെ ഡ്രം ബേസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡബിൾ എൻഡ് സ്റ്റിക്കറാണ് ഒട്ടിച്ചേക്കുന്നത്. 1 2 ഒന്നുമല്ല, ആ ഒരു ബേസ് നിറച്ചൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഡമ്മി നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇതൊക്കെ പ്ലേസ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് വെക്കുന്ന തലേ ദിവസമായിരുന്നു കേട്ടോ. ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇത് നമ്മളുടെ ഡെലിവറി ഡേയുടെ അന്ന് രാവിലെ ചെയ്യുന്ന വർക്കാണ് ഇതെല്ലാം. ഈ സൈഡ് നിറച്ച് സ്റ്റാക്കസ് കൊടുക്കണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഡമ്മിൽ വെയിറ്റ് കയറും, പിന്നെ ക്രീമാണ്, ഒന്ന് പതുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇൻസൈഡ് സ്റ്റാക്കസ് കൊടുക്കണം. അതുപോലെ സെൻറ്റർ പോർഷനിൽ ഇതേപോലെ ഒരു സ്ക്വയർ നമ്മൾ മേളത്തെ കേക്കും താഴത്തെ ഡമ്മിയൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് വരുന്ന രീതിയിൽ തന്നെ ഇതേപോലെ കുത്തി ഇറക്കി കൊടുക്കണം. അല്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആവാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഡമ്മിയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മേളിൽ വെയിറ്റ് കയറുമ്പോൾ താഴെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടമാണ് കേട്ടോ. ഹോൾ ബോഡി കേക്കാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരുന്നില്ല. നമുക്കിതിൽ കസ്റ്റമൈസ്ഡ് ടോപ്പർ ഉണ്ട് കേട്ടോ. പക്ഷേ അത് ഓൺ ദി വേ ആണ്, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഡിസൈനിങ് തുടങ്ങിയതിന് ശേഷം ടോപ്പർ വന്നപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് റേറ്റ് എങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2 ഡമ്മിക്കും കൂടെ നിങ്ങളൊരു 500 രൂപ റേറ്റ് ആയെന്ന് വിചാരിക്കുക. സൈസ് അനുസരിച്ചാണ് ഓരോ ഡമ്മിക്കും ഓരോ റേറ്റ് വരും. പിന്നെ നമ്മൾ ഫ്ലവർ മേടിക്കുമ്പോൾ ഓരോ ദിവസം ഓരോ റേറ്റ് ആയിരിക്കും ഫ്ലവറിന്. അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ കസ്റ്റമൈസ്ഡ് ടോപ്പർ ഉണ്ട്, ടോപ്പറിൻ്റെ ചാർജും കൂടെ ആഡ് ആക്കുക. അത് 100 150 200 250 അങ്ങനെ പോകും സൈസ് അനുസരിച്ച്. പിന്നെ നമ്മളുടെ കേക്ക് ഫ്ലേവർ 1.5 ആ റേറ്റും കൂടെ ആഡ് ആക്കുക. അങ്ങനെ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ എത്ര വർക്ക് എഫേർട്ട് എടുക്കുന്നതെന്ന് നോക്കണം. നിങ്ങൾ എൻ്റെ വർക്ക് എഫേർട്ട് അവിടെ കണ്ടില്ലേ? എന്താണ് നമ്മൾ ആ ഫ്ലവർ ഡമ്മി പ്ലേസ് ചെയ്യാനുള്ള ഒരു പാടെന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ ഫ്ലവർ ഡമ്മിയിൽ പ്ലേസ് ചെയ്യുന്നത്. അതുമല്ല ഫ്ലവറിൻ്റെ താഴെ നമ്മൾ ഫുള്ളി റാപ്പ് ചെയ്ത് കേക്കുമായിട്ട് കോൺടാക്റ്റ് വരാത്ത രീതിയിലാണ് അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് എഫേർട്ടും അതിനകത്ത് കൂട്ടണം. ഡെലിവറി ഉണ്ടെങ്കിൽ ഡെലിവറി ചാർജസും ആഡ് ആക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇതേപോലൊരു ടെൻഷൻ പണി വേറെ ഇല്ല ഡെലിവറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മേളിലൊരു സ്റ്റെം ഒന്ന് വെച്ചിരിക്കും, ഒന്ന് ജസ്റ്റ് തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട്. അങ്ങനെ ഓരോ കടമ്പയും കഴിഞ്ഞിട്ടാണ് ഈ കേക്ക് ഇവിടെ കൊണ്ട് വെക്കുന്നത് കേട്ടോ. അപ്പം കിട്ടുന്ന ഒരു സന്തോഷം വേറെ എവിടെ നിന്നും കിട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ കേക്ക് അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണ് എന്താ ഭംഗിയല്ലേ. അതിൻ്റെ ഒരു ഷൈനിങ് നിങ്ങൾ കണ്ടില്ലേ, വിത്തൗട്ട് എനി സിംഗിൾ സ്ക്രാച്ച് കേട്ടോ.